ഗൾഫിലെ ഒരു സ്ഥിതിഗതികൾ വളരെ ആശങ്കാജനകമാണ്. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന അവിടെ നിന്ന് കിട്ടുന്ന ഒരു അല്ല, എല്ലാവരും അവിടെ വന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ തൊട്ടടുത്ത് ഷെല്ല് വീണ് പൊട്ടി എന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ആളുകൾ വിളിച്ചിരുന്നു. ഖത്തറിൽ നിന്ന്, ദോഹയിൽ നിന്ന് വിളിച്ചിരുന്നു. പല സ്ഥലത്തും വലിയ പരിഭ്രാന്തിയിലാണ് ആളുകളുള്ളത്. അതുകൊണ്ട് ഇന്നലെ തന്നെ പ്രധാനമന്ത്രിക്ക് മെയിൽ അയച്ചിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു മലയാളി ഡയസ്പൊറ ഉള്ള സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ. അവരുടെ ബന്ധുക്കളും ഇതൊക്കെയായിട്ടൊരു വലിയ സംവിധാനം ഉള്ളതാണ്. എല്ലാവരും വലിയ ആശങ്കയിലാണ്. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വ്യാപകമായി ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തു. അത്യാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും ആർക്കും പറ്റാത്ത അവസ്ഥയിലാണ്. പെട്ടെന്നുണ്ടായ ഈ പ്രതിസന്ധി, ഒരു മുന്നറിയിപ്പില്ലാതെ ഉണ്ടായ പ്രതിസന്ധി ഒരുപാട് ജീവിതങ്ങളെ വലിയ ഇതിലാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ഉത്കണ്ഠയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. ആർക്കും യാതൊരു പിടിയില്ലാതെ കൂടുതൽ സ്ഥലത്തേക്ക് അത് വ്യാപിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും. പക്ഷേ ഇന്നത്തെ സൂചനകൾ നല്ല സൂചനകളല്ല. ഇന്ന് രാവിലെ മുതലുണ്ടാകുന്നത് വ്യാപകമായ അക്രമവും ബോംബിങ്ങും നടക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. അത് ഗൾഫ് രാജ്യങ്ങളിൽ എവിടെ അത് സംഭവിച്ചു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് നമ്മളെയാണ്. മലയാളി ഡയസ്പോറ മാത്രമല്ല, ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും അവരുടെ എല്ലാവിധ ശ്രമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടണം. ഇന്ത്യ അങ്ങനെയുള്ള അന്തർദേശീയ കാര്യങ്ങളിലെല്ലാം നല്ല ഇടപെട്ട ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റിന് ഗൗരവതരമായ ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അമേരിക്കൻ ആക്രമണത്തെ ഇതൊന്നും ആരും അംഗീകരിക്കുന്നതല്ലല്ലോ, ഇത്തരം ആക്രമണങ്ങളെയൊന്നും. ഇതൊക്കെ ഓരോ രാജ്യങ്ങളുടെ പരമാധികാരങ്ങളുടെ മീതെ മറ്റുള്ളവർ കടന്നാക്രമിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണ്. നമ്മളെന്നും കോൺഗ്രസ് എന്നും അധിനിവേശത്തിനെതിരായിട്ടും അനാവശ്യമായ ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ പരമാധികാരമുണ്ട്. അതിൽ മറ്റാളുകളെ നിയന്ത്രിക്കാനും മറ്റാളുകൾ ഇടപെടാനും. ഇതിൻ്റെ പുറകിലുള്ള ഒരുപാട് സാമ്പത്തിക താല്പര്യങ്ങളും മറ്റു താല്പര്യങ്ങളും ഉണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങളെക്കാളേറെ സാമ്പത്തിക താല്പര്യങ്ങളുടെ പേരിൽ യുദ്ധം നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്ക് പോയാൽ ലോകത്ത് മുഴുവൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യുദ്ധം നടന്നാൽ ആ രണ്ട് രാജ്യങ്ങളെയോ രണ്ടോ മൂന്നോ രാജ്യങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്. ഇപ്പോൾ ഉക്രൈനിൽ നടന്ന യുദ്ധത്തെ പോലും നമ്മുടെ രാജ്യത്തെ പോലും ബാധിച്ചു. കാരണം ഇതെല്ലാം ഗ്ലോബൽ വില്ലേജായി നിൽക്കുന്നൊരു കാലമാണ്. എവിടെയെങ്കിലും ഒരു യുദ്ധം നടന്നാൽ അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിലെല്ലാം ഉണ്ടാവും. സാമ്പത്തികമായും അല്ലാതെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, സമുദ്രത്തിലൂടെയുള്ള യാത്ര, ആകാശത്തിലൂടെയുള്ള യാത്ര, ഇതെല്ലാം വളരെ വലിയ പ്രതിസന്ധിയിലാവും. ലോകം പെട്ടെന്ന് സ്തംഭിച്ചു പോകുന്നൊരു അവസ്ഥയിലെത്തും. പണ്ടൊരു യുദ്ധം നടന്നാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അല്ല ഇപ്പോഴത്തെ കാലത്തൊരു യുദ്ധം നടന്നാൽ ഉണ്ടാകും. ഒരുപാട് പേര് നമ്മുടെ സംഘടനകളൊക്കെ ആയിട്ട് ഞങ്ങൾ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് അവരെല്ലാം അവരുടെ ഉത്കണ്ഠയാണ് പ്രകടിപ്പിക്കുന്നത്. എല്ലാ സംഘടനകളും GCCയിലെ മിക്കവാറും സംഘടനകളൊക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട്. നമുക്കിപ്പോൾ ആശ്വസിപ്പിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. നോർക്കയ്ക്കൊക്കെ പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏജൻസികൾക്ക് ഇപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയാൻ നോർക്ക വേണമെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. അതൊന്നും അല്ലല്ലോ. നോർക്കയ്ക്കൊക്കെ ധാരാളം ഇത്തരം ഇന്ത്യ ഗവൺമെൻറ്റിന് പോലും ധാരാളം പരിമിതികളുണ്ട്. കാരണം അത് അത്ര എളുപ്പമല്ല. പക്ഷേ അവർക്ക് പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായും അല്ലാതെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ പറ്റും. ഇന്നത്തെ യോഗം എങ്ങനെയാണ്? ഒരു തിരഞ്ഞെടുപ്പ് ഒരുക്കം തന്നെയാണോ? അത് ഞങ്ങളെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് പ്രൊസീജിയർ ഉണ്ട്. അതിന് സ്ക്രീനിങ് കമ്മിറ്റി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് നേരത്തെ ചെയ്യണമെന്ന് തീരുമാനിച്ചാണ്. പിന്നീട് അത് ഇലക്ഷൻ വൈകിപ്പോവും എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്നാണ് വളരെ നേരത്തെ കഴിഞ്ഞ ആഴ്ച ചെയ്യേണ്ടതായിരുന്നാണ് ഇപ്പോൾ ഈ ആഴ്ച ചെയ്യുന്നത്. ഞാൻ യാത്രയിലായതുകൊണ്ട് ഞായറാഴ്ച മാത്രമാണ് അവധി. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മാറ്റി വെച്ചതാണ്. 1-ാം തീയതി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ. ഇപ്പോൾ അത് 2-ാം വാരത്തിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വമായിട്ടുള്ളൊരു മത്സരചിത്രം നമുക്ക് എന്നേക്ക് കാണാൻ സാധിക്കും? അല്ല, അത് നമുക്ക് ആ സമയമാകുമ്പോഴേക്കും, സമയത്തിന് മുമ്പേ തീരുമാനിക്കാം. 13-ാമത്തെ മണിക്കൂറിൽ തീരുമാനിക്കുന്ന ഒരു ഇതുണ്ടാവില്ല. അല്ല, അപ്പോഴേക്ക് റെഡി ആയിരിക്കും. ഇലക്ഷൻ പ്രഖ്യാപനം വരുമ്പോഴേക്കും നമ്മുടെ പട്ടികയെല്ലാം റെഡി ആയിരിക്കും. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ തന്നെ ആദ്യഘട്ടത്തിലൊരു 50ഓളം സ്ഥാനാർത്ഥികളെ നമുക്ക് പ്രഖ്യാപിക്കാവുന്ന ഒരു അന്തരീക്ഷം ഞങ്ങൾ തന്നെ സംസാരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2-ാം ഘട്ടത്തിലാവുമ്പോഴേക്കും പിന്നെയുള്ള ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് തീരുമാനിക്കാൻ പറ്റും. അതൊന്നും ഒരു പ്രയാസമില്ലാതെ പഴയകാലത്ത് ഇവിടെ എല്ലാവരും കൂടി വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് 1-2 ആഴ്ച കിടന്ന് തീരുമാനമെടുക്കുന്ന സ്ഥിതി ഒന്നും ഇപ്രാവശ്യം ഉണ്ടാവില്ല. നമ്മളെ റെഡിയാണെന്ന്, നമുക്ക് റെഡിയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം.
അല്ല, അതെല്ലാം ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം. പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് എ.പി. സഖാവ് ഇവിടെ വാർത്താ സമ്മേളനം നടത്തി ഡൽഹിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ നയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അദ്ദേഹത്തിന് എതിരായിട്ടുണ്ടായിരിക്കുന്ന ഒരു ജനവികാരം അദ്ദേഹം വരുമ്പോഴേ അത് കൂടുതൽ പ്രതികരിക്കുള്ളൂ. പെട്ടെന്ന് ആൾ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് ഫ്യൂസായി പോയാലോ. തെറ്റെന്നല്ല, ഒരു അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മോഹൻലാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. അവർ തമ്മിലൊരു ഇന്റർവ്യൂ നടത്തിയില്ലേ, അതിലൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തണമെന്ന് ശരിയല്ല. അത് നടക്കട്ടെ, അതിലൊന്നും ഒരു തെറ്റില്ലെന്നേ, അതിലൊന്നും ഒരു തെറ്റ്. യാത്രയിൽ നിന്ന് അതിശക്തമായ ഒരു ജനവികാരം ഈ സർക്കാരിനെതിരെ ഉണ്ടെന്നും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് UDF ആളുകൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾ യാത്രയിൽ നൽകുന്ന സന്ദേശം ഗവൺമെന്റിനെ വിമർശിക്കാൻ മാത്രമല്ല, ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഗൗരവതരമായ ഒരു ചർച്ചയ്ക്ക് കൂടി UDF തുടക്കമിട്ടിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യ, വിദ്യാഭ്യാസ, തൊഴിൽ, കാർഷിക മേഖലകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നല്ല ബദൽ നിർദ്ദേശങ്ങളുണ്ട്. സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ എല്ലാം തകർന്നടിഞ്ഞ് കിടക്കുകയാണ് കേരളത്തിൽ. ഭയങ്കര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ. അതിൽ നിന്ന് കേരളത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ UDF നൽകുമെന്നുള്ളൊരു വലിയ മെസ്സേജാണ് ഞങ്ങൾ യാത്രയിൽ നൽകുന്നത്. സിറ്റിംഗ് MLA-മാർക്ക് നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് കോൺഗ്രസ് താങ്കൾ ഉൾപ്പെടെയുള്ള നേതൃത്വം വിലയിരുത്തുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലല്ല, അതൊക്കെ നമ്മളത് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ. അത് വയനാട് ടൗൺഷിപ്പിന് ഉദ്ഘാടനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയ ടി സിദ്ദിഖിന് വലിയ കൂട്ടുവിളി ഉണ്ടായിരുന്ന റിപ്പോർട്ടാണ്. ഇപ്പോൾ CPM കൊണ്ടുവന്നിരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ പിന്നെ ഒരു കൂക്കുവിളിക്കില്ല. മര്യാദയാണ്. അവിടുത്തെ MLA ചടങ്ങിന് ക്ഷണിച്ചിട്ട് MLA വരുമ്പോൾ പാർട്ടിക്കാരെ കൊണ്ട് കൂക്കുവിളിപ്പിക്കുന്ന ശുദ്ധ മര്യാദകളാണ്. അത് ഞങ്ങൾക്കും വേണമെങ്കിൽ നാളെ ഒരു 50 പേരെയോ 100 പേരെയോ കൂട്ടിക്കൊണ്ടുപോയി CPM-ന്റെ MLA-യോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ കൂക്കി വിളിക്കുക. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ നടത്തിയ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ കൂടി പണമുണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങൾ MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ കൊടുത്ത പണമുണ്ട് അതിൻ്റെ അകത്ത്. സിദ്ദീഖ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ കൊടുത്തൊരു പണമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു MLA അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് നാളെ 50 പേരെ കൂട്ടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കൂക്ക് വിളിക്കുക. അതും മര്യാദയല്ല. ഞങ്ങളത് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. അത് മര്യാദകളാണ് ചെയ്തിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയാണത് മാപ്പ് പറയുന്നത്. വോട്ട് എണ്ണുമ്പോൾ BJP-ക്ക് 1-2 സീറ്റുകളൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്ന ചില ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളുടെ സർവേകളൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഈ സ്വയം ഈ ചുവറൊക്കെ എഴുതി അവർ പ്രചാരണം കാര്യമായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ BJP-യുടെ ഒരു പെർഫോമൻസിൽ എന്താ ഒരു കമന്റ്? അല്ല, അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ 1-2 സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞതാണ്. ഒന്നും കിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പാലക്കാട് MLA-യും പാലക്കാട് MP-യും തമ്മിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പം അവിടെ ഇപ്പോഴുള്ള സിറ്റിംഗ് MLA തന്നെ തുടരാനുള്ള അങ്ങനെ എന്തെങ്കിലും ചർച്ച? അല്ലല്ല, അവർ തമ്മിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ലേ, സംസാരിക്കാൻ പാടില്ലേ. ഞങ്ങൾ അടൂര് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ അടൂര് അദ്ദേഹം ഒരാളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് യാദൃച്ഛമായി കണ്ടു. ഇനി അല്ലാതെ കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാൽ എന്താ സംസാരിക്കും? ഞാൻ കണ്ടാൽ സംസാരിക്കില്ല. അതിലൊന്നും തെറ്റ്, അതിലൊന്നും ഒരു വാർത്തയില്ല. വേണമെങ്കിൽ ഉണ്ടാക്കാൻ